ഹരിയാനയിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇന്ന് പുറത്തുവന്ന റിസൾട്ട് പ്രകാരം കോൺഗ്രസിന് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയെന്നും മാത്രമല്ല നാണംകെട്ട തോൽവിയാണ് അവസാന അന്തിമ റിസൾട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് വെറുമൊരു തോൽവിയല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം, അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സ്ഥലത്ത് BJP അട്ടിമറി വിജയം നേടിയിരിക്കുന്നു. BJP കൈക്കലാക്കിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ പക്കൽ നിന്നും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദമായി പറയുകയാണെങ്കിൽ റോഹ്തക് മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് BJP വിജയം നേടിയിരിക്കുന്നത്. ഹൂഡയുടെ ശക്തി കേന്ദ്രത്തിൽ കോൺഗ്രസ് 45,000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. 8 വാർഡുകളുടെ റിസൾട്ട് വന്നതിൽ പിന്നാലെ 6 BJP വിജയിച്ചിരിക്കുകയാണ്. റോഹ്തക് ജില്ലയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. കോൺഗ്രസിന്റെ സൂരജ് മൽ കിലോയിയെ 45,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി BJPയുടെ റാം അവതാർ വാൽമീകി മേയർ സ്ഥാനം നേടിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ 13 റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ BJPയുടെ റാം അവതാർ വാൽമീകിക്ക് 1,02,269 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസിന്റെ സൂരജ് മൽ കിലോയിക്ക് 57,071 വോട്ടുകളാണ് ലഭിച്ചത്. INLDയുടെ സൂരജിന് 3,458 വോട്ടുകളും ആം ആദ്മി പാർട്ടിയുടെ അമിത് കഥക്കിന് 3,175 വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ദീപക് സിംഗിന് 2,055 വോട്ടുകളും ലഭിച്ചു. അതേസമയം 1,956 വോട്ടർമാർ നോട്ട ഓപ്ഷൻ തിരഞ്ഞെടുത്തിരുന്നു. ഈ വിജയത്തോടെ റോഹ്തക് മുനിസിപ്പൽ കോർപ്പറേഷന്റെ നിയന്ത്രണം ഇപ്പോൾ BJPയുടെ കൈകളിലായിരിക്കുകയാണ്. അതേസമയം കലനൌറിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി നിർമ്മല ദേവി ചെയർപേഴ്സൺ സ്ഥാനവും നേടിയിരിക്കുകയാണ്. തന്റെ വിജയത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് റാം അവതാർ വാൽമീകി പറഞ്ഞത്, റോഹ്തക്കിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നും ഇത് ജനങ്ങളുടെയും നേതാക്കളുടെയും പാർട്ടിയുടെയും വിജയമാണെന്നും ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ മുമ്പും പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ വേഗത്തിൽ വികസിക്കും. ഞങ്ങളുടെ മുൻ പ്രകടന പത്രിക നോക്കൂ. ഞങ്ങൾ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയെന്നും ഇനി പ്രമേയ കത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ നിറവേറ്റുമെന്നും ഇതിനു പുറമെ പൊതുജനങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അതും നിറവേറ്റുമെന്നും വിജയിക്കുമെന്ന് 100% ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നും BJP ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നും അതിനാൽ ഞങ്ങൾക്ക് വിജയം ഉറപ്പായിരുന്നു എന്നും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP നേതാവ് മനീഷ് ഗ്രോവറും കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചിരുന്നു. അതായത് വിധാൻസഭയിൽ കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിച്ചു എന്നും നിലവിലെ ഈ ഒരു റിസൾട്ട് കാണിക്കുന്നത് റാം അവതാർ 45,000 വോട്ടുകൾക്ക് വിജയിച്ചു എന്നാണ്. 13 റൗണ്ടുകളിലും റാം അവതാർ ഒരിക്കൽ പോലും പിന്നിലായില്ല എന്നുള്ളതും അദ്ദേഹം തുടർച്ചയായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. നയാബ് സൈനി ഇന്ന് 1 വർഷം പൂർത്തിയാക്കി എന്നതിൻ്റെ സൂചനയാണിതെന്നും അദ്ദേഹം 2,80,00,000 ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് പൊതുജനങ്ങൾ സംസ്ഥാനം മുഴുവൻ താമരയെ വിജയിപ്പിച്ചതെന്നും അതുകൊണ്ടാണ് കോൺഗ്രസ് പ്രക്ഷുബ്ധാവസ്ഥയിൽ തുടർന്നതെന്നും 1987 ഞാൻ കൗൺസിലറായിരുന്നപ്പോൾ ഡോക്ടർ മംഗൾ സെൻ ഞങ്ങളുടെ നേതാവായിരുന്നു എന്നും ആ സമയത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ഡോക്ടർ മംഗൾ സെൻ ഉണ്ടായിരുന്നു എന്നും 22 വാർഡുകളിൽ അധികാരം ലഭിച്ച കോൺഗ്രസ് ഇന്ന് കോൺഗ്രസ് അവരെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോയി എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ ഏറ്റ തിരിച്ചടി, അതായത് ഹരിയാനയിൽ 9ഓളം കോർപ്പറേഷനുകളിൽ BJP ആണ് വിജയിച്ചത്. 10 സീറ്റുകളിൽ 9ലും BJP വിജയിച്ചു. 1ൽ സ്വതന്ത്രനാണ്. കോൺഗ്രസിന് ഒന്നും തന്നെ നേടാനായില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഹരിയാനയിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ BJPയുടെ കടന്നുകയറ്റം, കോൺഗ്രസിന്റെ അധികാരം തെറിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ BJPയുടെ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ഹൂഡയുടെ ശക്തി കേന്ദ്രത്തിൽ കാണപ്പെട്ടിരിക്കുന്നത്.